പൊതുവെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് അത്ര പോപ്പുലർ ആയില്ലെങ്കിൽ കൂടി ഇന്ന് നഗരങ്ങളിലും മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഒക്കെയുള്ള ഒട്ടനവധി ആൾക്കാർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രനോള എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തു. ഗ്രനോള എന്ന് പറയുന്നതിൻ്റെ പരസ്യം തന്നെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എന്നാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഭക്ഷണം. അത് നോക്കുമ്പോൾ നമുക്കും അതും ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണെന്ന് തോന്നാം. കാരണം അതിനകത്തുള്ളത് ഒന്ന് റോൾഡ് ഓട്സാണ്, മറ്റൊന്ന് നട്ട്സാണ്, സീഡ്സ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. അങ്ങനെ ശരീരത്തിന് ഗുണപ്രദമായ ഒട്ടനവധി നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ആഡഡ് ഷുഗറും ഹണി എന്നൊക്കെ അവർ ആഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാം. ഇത് വറുത്ത് ഒരു ക്രിസ്പി ഫോമിലാക്കിയതിന് ശേഷമാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് പാക്കറ്റുകളിൽ എത്തുന്നത്. ഇതിനകത്ത് ധാരാളമായിട്ടുള്ള ആഡഡ് ഷുഗറും അതുപോലെ തന്നെ ആഡഡ് ഓയിലുകളും ഉണ്ട്. ഒരു കപ്പ് ഗ്രനോള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 400 കാലറിയോളം ഊർജ്ജം കിടപ്പുണ്ട്. ഹിഡനായിട്ട് കിടക്കുന്നതാണ്. നമ്മൾ ശരീരം മെലിയാനോ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിനുള്ള നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിന് ഇത് കഴിക്കുമ്പോഴും ഒറ്റ കപ്പിൽ നിന്ന് 400 കാലറി നമുക്ക് കിട്ടി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ആ 400 കാലറി ഉള്ള ഒരു കപ്പിനകത്ത് ഏകദേശം 20 ഗ്രാം ഷുഗറാണുള്ളത്. 20 ഗ്രാം പഞ്ചസാര അതിനകത്തുണ്ട്. 20 ഗ്രാം പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പാരിസൺ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പറയാവുന്നത് ഒരു ക്യാൻ കോക്ക് അല്ലെങ്കിൽ കൊക്കക്കോളയ്ക്ക് തുല്യമായ മധുരമാണ് ഗ്രാനോളയുടെ ഒരു സെർവിങ്സിനകത്ത് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആരോഗ്യത്തിന് ഗുണപ്രദമായിട്ട് ഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഇനി എന്തുകൊണ്ടാണ് ഇത് അത്ര മോശമെന്ന് പറയുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് 20 ഗ്രാം ഷുഗറുണ്ട്, ഒട്ടനവധി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിനകത്തുള്ള ഷുഗറിൻ്റെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻസുലിൻ്റെ ട്രിഗറിങ് ഉണ്ടാവും. ഇൻസുലിൻ എപ്പോഴും ഫാറ്റിൻ്റെ ഡിപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബെല്ലി ഫാറ്റ്, നമ്മുടെ കുടലിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന അപകടകരമായ കൊഴുപ്പിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാനും ഇത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം, ഗ്രനോള പോലെയുള്ള ഭക്ഷണങ്ങൾ നല്ലതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നല്ലതായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല.